ഇന്ന് ജന്മാഷ്ടമി. ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തരുടെ ഏറ്റവും പുണ്യദിനങ്ങളിൽ ഒന്ന്. അഷ്ടമിരോഹിണി നാളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. വൈഷ്ണവ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ നീളുന്ന ആഘോഷങ്ങളും ഉത്സവങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബാലഗോകുലങ്ങൾ നേതൃത്വം നൽകുന്ന ആയിരക്കണക്കിന് ശോഭയാത്രകളിൽ പതിനായിരങ്ങൾ പങ്കാളികളാകും. ബാലഗോകുലമാണ് മലയാള നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തെ സമാജോത്സവമാക്കി മാറ്റിയത്. മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ ഹൈന്ദവ പുരാണങ്ങളിലെ നിറസാന്നിധ്യമാണ് വൈഷ്ണവാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ. വസുദേവരുടെയും ദേവകിയുടെയും മകനായി മഥുരയിൽ കംസന്റെ കാരാഗ്രഹത്തിലായിരുന്നു അർദ്ധരാത്രിയിലെ ആ ജനനം. ഉണ്ണിക്കണ്ണനെ വളർത്താനുള്ള ഭാഗ്യം ലഭിച്ചത് നന്ദഗോപർക്കും യശോദയ്ക്കുമായിരുന്നു. ശ്രീകൃഷ്ണോപദേശങ്ങളടങ്ങിയ ഭഗവത്ഗീത എത്രയോ മഹത് വ്യക്തികൾക്ക് മാർഗദീപമായി അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നുവെന്നത് മറ്റൊരു സമസ്യ. ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്നതായി പുരാണം രേഖപ്പെടുത്തുന്ന ഉത്തർപ്രദേശിലെ മഥുര, വൃന്ദാവനം എന്നിവിടങ്ങളിൽ മഹാ ഉത്സവങ്ങളാണ് നടക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നിരുന്ന ജന്മാഷ്ടമി ചടങ്ങുകൾ സമാജോത്സവമാക്കി മാറ്റിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലപ്രസ്ഥാനമായ ബാലഗോകുലമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു ബാലഗോകുലങ്ങൾ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. 1977 കോഴിക്കോട് തളി സാമൂതിരി സ്കൂളിൽ നിന്നായിരുന്നു ആദ്യത്തെ ശോഭായാത്രയുടെ തുടക്കം. കേരളം അഷ്ടമിരോഹിണി നാളിൽ അമ്പാടിയാവട്ടെ എന്നായിരുന്നു ഉണ്ണിക്കണ്ണന്മാർ വേഷമിട്ട ശോഭായാത്രയിലെ മുഖ്യാതിഥി കവി കുഞ്ഞുണ്ണിമാഷിൻ്റെ അനുഗ്രഹവചനം. പിന്നീടുള്ള വർഷങ്ങളിൽ ആ വാക്കുകൾ പൊന്നായി മാറി. അന്ന് വിശേഷാൽ ദിനമെന്നു മാത്രം കലണ്ടർ രേഖപ്പെടുത്തിയിരുന്ന ശ്രീകൃഷ്ണ ജയന്തി 1989 മുതലാണ് പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. ബാലഗോകുലം അത് ബാലദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1978 ജന്മാഷ്ടമിയുടെ ഭാഗമായി അന്നത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ MM നായർ ഭഗവത്ഗീതയുടെ സ്റ്റാമ്പ് വരെ പുറത്തിറക്കി. ആ വർഷമാണ് ബാലഗോകുലത്തിന് സ്വന്തം പ്രാർത്ഥനാഗീതവും പതാകയുമൊക്കെ ഒരുങ്ങിയതും. ശ്രീകൃഷ്ണനെ ആദർശപുരുഷനായി ആദരിക്കുന്ന സംഘടനയ്ക്ക് പ്രശസ്ത കവി NN കക്കാടായിരുന്നു കരുണാമുരളീധര എന്ന പ്രാർത്ഥനാഗീതം സമ്മാനിച്ചത്. UDF ഭരണകാലത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ഓണപ്പരീക്ഷ ബാലഗോകുലമടക്കമുള്ള സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിൻവലിച്ചതും ബാലഗോകുലം ചരിത്രത്തിലെ മയിൽപീലി തന്നെ. ഏവർക്കും ജനം TV-യുടെ ജന്മാഷ്ടമി ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ജനം.